ഒരുപക്ഷെ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഇത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു മുഹൂർത്തത്തിൻ്റെ സൃഷ്ടിയാണ് ബഹുമാന്യനായ കേന്ദ്ര ഭരണം എന്നൊരു പക്ഷേ പുതിയ പാഠം കഴിഞ്ഞ 11 വർഷം കൊണ്ട് ലോകത്തിന് തന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ എൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ഒരു മുഹൂർത്ത സൃഷ്ടി. ആ സൃഷ്ടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഞാനതിൻ്റെ കാരണങ്ങളിലേക്കല്ല കടക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അതേ മണ്ണിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ ഈ സ്ഥാനാരോഹണത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും വൈരം കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്ക കൊണ്ടോ അസൂയ കൊണ്ടോ ഒന്നും വന്ന ഒരു പരാമർശങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രിയങ്കരായ ജയരാജ് സഹോദരന്മാർക്ക് ഒരു അങ്കലാപ്പ് ഉണ്ടായി കാണും. അതിന് അവർക്ക് അങ്ങനെ വർത്താനം പറയാനും പ്രേരണ, അത് ന്യായമാണ്, അതവർ ചെയ്തോട്ടെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ അങ്കലാപ്പ് എന്താണ്? 2016 മുതൽ 22 വരെ 6 വർഷം കേരളത്തിലിത് BJP ഗവൺമെന്റിന് അല്ലെങ്കിൽ BJP സ്ഥാപനത്തിന് ഇത് സാധ്യമല്ല എന്ന് പറയുന്ന ഒരു മുഹൂർത്ത സൃഷ്ടിയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തെ കൂടി ഒരുപക്ഷെ പരിഗണനയിൽ നരേന്ദ്രമോദിക്ക് എടുക്കുന്നതിന് വേണ്ടി ആദ്യത്തെ ആയുധമായിട്ട് ഒരു രാജ്യസഭ MP-യെ നോമിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. രാജഗോപാൽ സാർ അതിനു മുമ്പ് രാജ്യസഭയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അത് മധ്യപ്രദേശിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടാണ് പോയിട്ടുള്ളത്. കുറച്ചുകൂടി യോഗ്യതയുള്ള സ്ഥാനമാണെങ്കിലും തീരുമാനമാണെങ്കിലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ നൈപുണ്യം, ഭരണ നൈപുണ്യം എന്ന് പറയുന്നത് കേരളത്തിലെത്തണം എന്ന് പറയുന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അന്ന് എന്നെ നാമനിർദ്ദേശം ചെയ്തു തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുചെന്ന് തെരഞ്ഞെടുത്തിരുത്തിയിരുന്നെങ്കിൽ കേരളത്തിൽ തൊടാൻ കഴിയില്ല. പക്ഷെ അതെല്ലാം കൃത്യമായ കാൽക്കുലേഷനും അത് സ്പെക്കുലേഷന് ശേഷമുള്ള കാൽക്കുലേഷൻ, ആ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കി എന്ന് പറയുന്നിടത്താണ് ആ മഹാനായ നേതാവിൻ്റെ നൈപുണ്യം അല്ലെങ്കിൽ മഹത്വം നമ്മൾ പിന്നെയും തൊട്ടറിയുന്നത്, അനുഭവത്തിൽ തൊട്ടറിയുന്നത്. 6 വർഷം രാജ്യസഭയിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു സ്നേഹം, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന്, നന്ദി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ ജില്ലകളിലും ഒരു ജില്ല പോലും വിട്ടുവെച്ചിട്ടില്ല, ചെയ്തെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് അത് ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, ഞാൻ കൊല്ലംകാരനാണ് എന്നൊക്കെ പറയുന്ന പ്രാദേശിക വാദങ്ങളെല്ലാം ഉയരുമെങ്കിലും അത് സാധ്യമാണ്. നാളെ തിരുവനന്തപുരത്ത് നിന്നൊരു MP വരാം, കൊല്ലത്തു നിന്നും വരാം, ആലപ്പുഴയിൽ നിന്നും വരാം. ഇത് ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ കണ്ണൂർ എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് കണ്ണെത്താ ദൂരത്താണോ കയ്യെത്താ ദൂരത്താണോ മനസ്സെത്താ ദൂരത്തൊരിക്കലുമല്ല എന്നെനിക്ക് നല്ല ദൃഢനിശ്ചയമുണ്ട്. നമ്മുടെ മനസ്സിവിടെയുണ്ട്. അതിലേക്കുള്ള ആദ്യത്തെ വാതിൽ തുറപ്പാട് ശ്രീ സദാനന്ദൻ മാസ്റ്റർ. നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരങ്കലാപ്പാണ്. ഒരുപക്ഷെ ഒരു രാജ്യസഭാ MP എന്ന നിലയ്ക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മറ്റ് 3 രാജ്യസഭാ MP-മാർ ഇന്ന് ഈ ഭരണകക്ഷിക്ക് 3 അല്ല 4 പേരുണ്ട്. 4 പേരുണ്ട്. അവർ ചെയ്യുന്നതിന് മേലെ കണ്ണൂരിന് പ്രത്യേകമായും തലശ്ശേരിക്കായാലും ശരി തന്നെ ഒരുപക്ഷെ MP ഫണ്ട് മാത്രമല്ല പല പദ്ധതികളും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് സദാനന്ദൻ മാസ്റ്റർക്ക് വലിയ മുൻകൈ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യസഭാ അംഗം അല്ലെങ്കിൽ പാർലമെന്റേറിയൻ എന്ന് പറയുന്ന ഖ്യാതി വന്ന് പതിക്കും എന്നുള്ള ഭയപ്പാട്, അങ്കലാപ്പ്, ഇതൊക്കെ കാരണമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇതെല്ലാം രാഷ്ട്രീയപരമായ അങ്കലാപ്പാണ്. അങ്കലാപ്പിൽ മുങ്ങി ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് ഒരുപക്ഷെ ആ അങ്കലാപ്പുകൾ, വ്യാകുലതകൾ അകറ്റുന്നതിന് ഒരു പ്രധാനപ്പെട്ട ആയുധമായിട്ടാണ് കണ്ണൂരിലേക്ക് ശ്രീ നരേന്ദ്രമോദി ശ്രീ സദാനന്ദൻ മാസ്റ്ററെ അയച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ
നല്ല ഉത്തമ ബോധ്യം. അദ്ദേഹത്തിന് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കണേ. തിളക്കമാർന്ന ഒരു 6 വർഷം അദ്ദേഹത്തിന് ഇവിടെ സമ്മാനിക്കുവാൻ സാധിക്കണേ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥനയെങ്കിലും ഞാൻ വിചാരിക്കുന്നു. ഇവിടെ സ്വാഗത പ്രാസംഗികൻ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചെല്ലാം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വലിയൊരു ചരിത്രമുണ്ട്. അതിൽ കണ്ണീരിൻ്റെ നനമുണ്ട്, ചോരയുടെ നനമുണ്ട്. പക്ഷേ ഇതെല്ലാം കർമ്മ എന്ന് പറയും. കേരളത്തിൽ ഒരുപക്ഷെ ഇന്ന് ഭാരതത്തിൽ വലിയ തോതിൽ സംഭവിക്കുന്നത് പോലെ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കർമ്മ. അതിൽ ഒരു ഉദാത്തമായ ഉദാഹരണം സദാനന്ദൻ മാസ്റ്ററാണ്. ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ MP ഓഫീസ് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് തുറന്നു വെച്ചു. ഞാൻ അദ്ദേഹത്തെ MP-യുടെ കസേരയിൽ പിടിച്ചിരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ഏറെ വൈകാതെ അതൊരു മന്ത്രിയുടെ ഓഫീസായി മാറണേ, ഒരു മന്ത്രിയെയും ആ കസേരയിലേക്ക് പിടിച്ചിരുത്താൻ ഞാൻ എത്തണമെന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന.